ഹലോ ഹായ് വെൽക്കം ടു SPT ടോക്സ്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള ഒരു കാര്യം. എന്തിന് പബ്ലിക്ലി വന്നിട്ട് പോലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായി ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കാണ് ഹോളി 2025 എന്ന് പറയുന്നത്. കാരണം ഇത് നടക്കുന്നത് മാർച്ച് 14-നാണ്. അതല്ല ഇതിന്റെ ഹോട്ട് ടോപ്പിക് ആവാനുള്ള കാരണം. ഇത് ഹോട്ട് ടോപ്പിക് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് അത് നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതായത് മാർച്ച് 14 എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമുക്കറിയാം മുസ്ലിങ്ങളുടെ നമാസ്, അതായത് ജുമുഅ നമാസ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇതിലെ കോൺട്രവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരുപാട് MLA-മാരും എന്തിനു പറയുന്നു, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് പോലും പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ഹോളി എന്ന് പറയുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമാണ്, എന്നാൽ ജുമുഅ എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ കളർ വീഴുമെന്ന് പേടിയുണ്ടെങ്കിൽ മസ്ജിദ് ഒക്കെ കവർ ചെയ്ത് വെക്കുകയും ആ ഒരു സമയത്ത് ഒരു കുട്ടി പോലും പുറത്ത്, അതായത് മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ പുറത്തിറങ്ങാതിരിക്കുകയും ആണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ പറയുന്നത് നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാം, അവിടെ നിൽക്കട്ടെ. എന്നാൽ ഒരു ഡി എസ് പി എന്ന് പറയുന്നത് നമുക്കറിയാം ഭരണഘടന മുതൽ എല്ലാ കാര്യങ്ങളും നിയമങ്ങളൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഇതേ സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ കാണാൻ പറ്റും? അവിടുത്തെ സംബാലിലെ DSP ആണ് ഇതേ സ്റ്റേറ്റ്മെന്റ്, അതായത് മുസ്ലിങ്ങൾ അന്ന് വെള്ളിയാഴ്ച പുറത്തേക്ക് ഇറങ്ങണ്ട അല്ലെങ്കിൽ കളർ വീഴും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഭരണഘടന എല്ലാ വ്യക്തികൾക്കും മതസ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തികൾ, മതവുമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജുമുഅ നടക്കുന്നത് 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് സാധാരണ രീതിയിൽ. എന്നാൽ ആ ഒരു സമയം ഒരു 3 മണിക്കേക്ക് ചേഞ്ച് ചെയ്തിട്ട് 3 മണിക്കാൻ മറ്റേ നിങ്ങൾ നിസ്കരിക്കാൻ നോക്കണം എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുള്ളത്. ഒരു പൊളിറ്റീഷ്യൻ, അതും ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ഇത്. കാരണം ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഭരണഘടനാ ലംഘനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ യോഗി ആദിത്യനാഥ് ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാ മതസ്ഥർക്കും, ചില ആൾക്കാർ പറയും ഹോളി എന്ന് പറയുന്നത് അത് മതപരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്. പക്ഷെങ്കിൽ അത് ഞാൻ നിഷേധിക്കും. കാരണം ഞാനല്ല നിഷേധിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റിൽ, ഹോളി എന്ന് പറയുന്നത് ഹിന്ദുസിന്റെ ഫെസ്റ്റിവൽ ആണ് എന്നുള്ള ഒരു കാര്യം. ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ അല്ല ചെയ്യേണ്ടത്. ആളുകളെ മനസ്സിലാക്കി എല്ലാ പ്രവൃത്തികളും, എല്ലാ മതസ്ഥരുടെയും പ്രവൃത്തികളും അവർക്ക് എപ്പോഴാണോ ഉചിതം ആ സമയത്ത് തന്നെ അത് ചെയ്യാൻ സമ്മതിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പറയുന്നു മുസ്ലിങ്ങൾക്ക് ഹോളി ഇഷ്ടമല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഹോളിയിൽ പങ്കെടുക്കാൻ പറയുന്നുണ്ട് യോഗി ആദിത്യനാഥ്. ഇത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. വെള്ളിയാഴ്ച ഈ നമാസിന്റെ സമയത്ത് ആളുകൾ നടന്നിട്ട് പോകുന്ന ആളുകളെ പിടിച്ച് നിസ്കരിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് തിരിച്ചിട്ടുമുള്ള കാര്യം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ നിസ്കാരം എന്ന് പറയുന്നത് മോസ്കിൽ, അതായത് പള്ളിയിൽ തന്നെ നടത്തണമെന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് നടത്താമല്ലോ എന്നും കൂടി യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവിടെ പള്ളി, എന്തിനാണ് ഇവിടെ അമ്പലങ്ങൾ, എന്തിനാണ് ഇവിടെ ചർച്ചുകൾ? അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും വീട്ടിൽ നിന്ന് നിസ്കരിക്കാനും ചെയ്യാം. ഹിന്ദുസിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. വിഗ്രഹങ്ങളൊക്കെ വീട്ടിലുണ്ടാവും, അപ്പോൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് അമ്പലം? ക്രിസ്ത്യൻസിന്റെ കാര്യവും അതുപോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ്, എല്ലാവർക്കും വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് ഇവിടെ പള്ളി, എന്തിനാണ് ഇവിടെ അമ്പലം, എന്തിനാണ് ചർച്ച്? ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. യോഗി ആദിത്യനാഥിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വീട്ടിൽ നിന്ന് നിസ്കരിച്ചോ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിന്റെ ഒരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരെയും തുല്യമായിട്ട് കാണേണ്ട ഒരാളാണ്. ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനുള്ള കാരണം, അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയിൽ സെക്യുലറിസം എന്നൊരു കാര്യമുണ്ട്. അതായത് ഒരിക്കലും ഒരു മതം ഇന്ത്യയുടെ മതമാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അതായത് ഒരു പർട്ടിക്കുലർ മതം ഇന്ത്യയുടെ മതമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് ആ സെക്യുലറിസം നമ്മുടെ ഭരണഘടനയിൽ നിന്നും മാറ്റണം. അത് ഒരിക്കലും മാറ്റാനും പറ്റില്ല. കാരണം ഈ സെക്യുലറിസം നമ്മുടെ ഭരണഘടനയിൽ എന്നൊരു കാര്യം എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ആണ്. കേശവാനന്ദ ഭാരതീയ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനയിൽ എന്ത് വേണമെങ്കിലും പാർലമെന്റിന് മാറ്റാൻ പറ്റും, പക്ഷെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നൊരു കാര്യം. ബേസിക് സ്ട്രക്ചറിലെ ഒരു കാര്യമാണ് സെക്യുലറിസം. നമ്മുടെ ഭരണഘടനയിലുള്ള സെക്യുലറിസം ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനും പറ്റില്ല.
ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay. Thank you.